കീരമ്പാറ പഞ്ചായത്തിൽ കുട്ടികളിൽ ഛർദിയും വയറിളക്കവും പടർന്നു പിടിക്കുന്നു. 25ഓളം കുട്ടികൾക്കാണ് ഇതുവരെ രോഗം പിടിപെട്ടിട്ടുള്ളത്. പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കുട്ടികളാണിത്. കാരണം കണ്ടെത്താൻ കുടിവെള്ളം പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഭക്ഷണപാനീയങ്ങളുടെ കാര്യത്തിൽ ശുചിത്വം ഉറപ്പാക്കണമെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ ജനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. കീരമ്പാറ പഞ്ചായത്തിൽ 6 വയസ്സിൽ താഴെയുള്ള കുട്ടികളിലാണ് ഛർദിയും വയറിളക്കവും പടർന്നു പിടിച്ചിരിക്കുന്നത്. ഇതിൽ മാസങ്ങൾ മാത്രം പ്രായമുള്ള കുഞ്ഞുങ്ങളുമുണ്ട്. കോലഞ്ചേരി മെഡിക്കൽ കോളേജ്, ആലുവ രാജഗിരി ആശുപത്രി, കോതമംഗലം താലൂക്ക് ആശുപത്രി എന്നിവിടങ്ങളിലുൾപ്പെടെ ഏതാനും കുട്ടികൾ ചികിത്സയിൽ കഴിയുന്നുണ്ട്. ആരുടെയും സ്ഥിതി ഗുരുതരമല്ല. ഇക്കഴിഞ്ഞ 1-ാം തീയതി മുതലാണ് രോഗവ്യാപനം ആരോഗ്യവകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. ആദ്യം 2-ാം വാർഡിലാണ് രോഗവ്യാപനം കണ്ടെത്തിയത്. പിന്നീട് മറ്റു വാർഡുകളിലെ കുട്ടികളിലും രോഗം സ്ഥിരീകരിച്ചു. രോഗം പടരാനുള്ള കാരണം അജ്ഞാതമാണ്. പൈപ്പ് വെള്ളത്തിൽ നിന്നാകാം രോഗം പടർന്നതെന്നായിരുന്നു ആദ്യ നിഗമനം. പിന്നീട് നടന്ന പരിശോധനയിൽ കിണർവെള്ളം മാത്രം ഉപയോഗിക്കുന്ന വീടുകളിലെ കുട്ടികളിലും രോഗവ്യാപനം ഉണ്ടെന്ന് കണ്ടെത്തിയെന്ന് ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജിജോ ആന്റണി പറഞ്ഞു. കീരമ്പാറ പഞ്ചായത്തിൽ ഈ മാസം 1-ാം തീയതി തൊട്ട് നമ്മുടെ പഞ്ചായത്തിൻ്റെ പല പ്രദേശങ്ങളിലും 6 വയസ്സ് താഴെയായി ഉള്ള കുട്ടികളിൽ വയറിളക്കവും ഛർദി പോലുള്ള പകർച്ച രോഗങ്ങൾ വർദ്ധിച്ചു വരുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഈ 1-ാം തീയതി മുതലാണ് ഈ രോഗങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുള്ളത്. കൂടുതലായും കുട്ടികളിലാണ് ഈ രോഗം വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇതിനെക്കുറിച്ച് അന്വേഷിക്കുകയും ആദ്യഘട്ടത്തിൽ കുടിവെള്ളത്തിൽ നിന്ന് പൈപ്പ് വെള്ളത്തിൽ നിന്നാണ് ഈ രോഗം വരുന്നത് എന്ന ഒരു സംശയം ഉണ്ടായി. പക്ഷേ നമ്മൾ അന്വേഷിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കിണർവെള്ളം മാത്രം ഉപയോഗിക്കുന്ന വീടുകളിലെ കുട്ടികൾക്കും ഈ രോഗം വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ കീരമ്പാറ ഗ്രാമപഞ്ചായത്തിലെ 2-ാം വാർഡിലാണ് കുട്ടികൾ ഈ രോഗം കണ്ടത്. ഒരു 10-12ഓളം കുട്ടികൾ ഈ രോഗം കണ്ടു. പിന്നീട് പഞ്ചായത്തിൻ്റെ വിവിധ വാർഡുകൾ 7-ാം വാർഡ്, 11-ാം വാർഡ്, 1-ാം വാർഡ്, 5-ാം വാർഡ് മുതലായ വാർഡുകളിൽ നിന്നും ഈ രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കോതമംഗലം ബെസൂലിയസ് ആശുപത്രിയിൽ 6 കുട്ടികളും, കോലഞ്ചേരി ആശുപത്രിയിൽ 2 കുട്ടികളും, ആലുവ രാജഗിരി ഹോസ്പിറ്റലിലെ 2 കുട്ടികൾ, താലൂക്ക് ആശുപത്രികളിലടക്കം നമ്മുടെ കോതമംഗലം താലൂക്കിലെ വിവിധ ആശുപത്രികളിൽ പഞ്ചായത്തിൽ നിന്നുള്ള കുട്ടികൾ ചികിത്സ തേടിയിട്ടുണ്ട്. രോഗവ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ പഞ്ചായത്തിൽ മുൻകരുതൽ നടപടികളും പ്രതിരോധ പ്രവർത്തനങ്ങളും നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ജനപ്രതിനിധികളുടെയും ആരോഗ്യപ്രവർത്തകരുടെയും യോഗം സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ടുണ്ട്. ഭക്ഷണത്തിന്റെയും പാനീയങ്ങളുടെയും കാര്യത്തിൽ ശുചിത്വം ഉറപ്പാക്കണം. തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കണമെന്നും നിർദ്ദേശമുണ്ട്. കുടിവെള്ളത്തിന്റെ സാമ്പിൾ ലബോറട്ടറി പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ആരോഗ്യവകുപ്പ് കർശനമായ ജാഗ്രതാ നിർദ്ദേശം എല്ലാ വീടുകളിലും നൽകിയിട്ടുണ്ട്. പഞ്ചായത്തിന് നൽകാനുള്ള ഒരു നിർദ്ദേശം കർശനമായിട്ട് ഭക്ഷണ കാര്യങ്ങളിലും കുടിവെള്ളം അടക്കമുള്ള കാര്യങ്ങളിൽ എല്ലാ കുടുംബങ്ങളും കർശനമായ ഒരു മുൻകരുതൽ എടുക്കണമെന്നാണ് ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് അറിയിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രതിരോധ പ്രവർത്തനങ്ങളിലും കീരമ്പാറ പഞ്ചായത്തിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടാവും എന്നും. GTV ന്യൂസ്, കീരമ്പാറ.